ഹലോ ഗായ്സ്, നമ്മളിപ്പം മട്ടത്തരുവി പോവാണ്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോവാണ്. ഹൈലൈറ്റ് മാളിലും കൂടി പോവാണല്ലേ? ആരാ കൂടെ വരുന്നേ? വേദിക ആരാന്നറിയാവോ? വേദിക റോസൂട്ടീൻ്റെ UKG ഉണ്ടായിരുന്ന കൂട്ടുകാരത്തിയാണ്. അപ്പം ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ UKG ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വേദിക സ്കൂള് മാറിയതുകൊണ്ട് ഇവർക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇന്ന് റോസുവിന് ക്ലാസ് ഉണ്ട്, പക്ഷെ റോസൂട്ടി ഇന്ന് പോയിട്ടില്ല. ശനിയാഴ്ചയാണ്. അപ്പോൾ വേദികയ്ക്ക് ക്ലാസ്സും ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ്. അപ്പോൾ ഇന്ന് റോസൂട്ടിയും വേദികയും തമ്മിൽ കാണാൻ പോവാണല്ലേ? അപ്പോൾ ഇന്ന് ഇവർ ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ബൈ. അസമേ വേദിക കുട്ടീനെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് SM സ്ട്രീറ്റ് വരെ പോകാനുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതെല്ലാം വാങ്ങി. അതിൻ്റെ കൂടെ റോസൂട്ടിക്ക് ഒരു വാച്ച് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാച്ച് വാങ്ങി. യൂണിക്കോണിൻ്റെ വാച്ചാണ്. അപ്പോഴാണ് റോസൂട്ടി പറഞ്ഞത് വേദികയ്ക്കും കൂടി സെയിം കളറ് വാച്ച് വാങ്ങണം, സെയിം ആക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യൂണിക്കോണിൻ്റെ ഒരു വാച്ച് കൂടി ഗിഫ്റ്റാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാച്ചൊക്കെ വാങ്ങി ഞങ്ങൾ കലന്തൻസിൽ പോയിട്ടൊരു ജ്യൂസും കട്ട്ലറ്റൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ടോ. ഹൈലൈറ്റ് മാളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വേദികക്കുട്ടി വന്നു. നേരെ കാണുമ്പോഴേ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചോട്ടോ. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്, ഭയങ്കര സ്നേഹമാണ്. ഇതിനു മുമ്പ് വേദികക്കുട്ടി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സ്കൂളുള്ളത് കൊണ്ടാണ് നടക്കാത്തത്. അങ്ങനെ വാച്ചൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. അതൊക്കെ കയ്യിലിടുകയാണ് വേദിക. രണ്ടുപേരുടെയും സെയിം ആയതുകൊണ്ട് രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൂടാതെ ലൈറ്റും അതിലൊരു മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ലൈറ്റൊക്കെ കത്തിച്ച് കളിക്കുമായിരുന്നു കുറച്ച് നേരം. പിന്നെ അവിടുന്ന് നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ്. റോസുവിൻ്റെ പതിവ് പോലെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വേദികേനെയും കൂടി കൂട്ടി. അങ്ങനെ രണ്ടുപേരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് കേട്ടോ. ഞാനും വേദികേൻ്റെ അമ്മയും കുറച്ച് നേരം സംസാരിച്ച് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ മാത്രം കമ്പനി അടിച്ചിരുന്നാൽ പോരല്ലോ, ഞങ്ങൾക്ക് വേണ്ട ഒരു റിലാക്സേഷൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈസി ബേയിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് രണ്ടു പേർക്കും സെയിം ആയിട്ട് ഓരോ ഫ്രോക്ക് വാങ്ങി. അങ്ങനെ കണ്ടോ, രണ്ടുപേരും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ബില്ല് ചെയ്ത് നേരെ ട്രയൽ റൂമിൽ പോയി. രണ്ടുപേരും ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പ്രത്യേകിച്ചും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ. കുഞ്ഞു മക്കളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയാൽ അറിയാമല്ലോ, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറയും. പക്ഷെ രണ്ടുപേരും അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ഫ്രോക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. കണ്ടോ, ഫ്രോക്കൊക്കെ ഇട്ട് വന്നു. രണ്ടുപേരും തുള്ളിക്കളിച്ച് ഓടി നടക്കുകയാണ് അതിൽ. പിന്നെ നേരെ ഞങ്ങൾ പോയത് രണ്ടുപേരുടെ ഒരുമിച്ച് ഒരേ കളറ് ഡ്രസ്സൊക്കെ ആണല്ലോ. അപ്പോൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അവരെ നേരെ സ്റ്റുഡിയോയിലേക്കാണ് കൊണ്ടുപോയത്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കണ്ടോ ലിബാമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സുന്ദരികളാക്കി നിർത്തിയിട്ടുണ്ട് രണ്ടുപേരെയും. അങ്ങനെ ഏറ്റവും മേലത്തെ ഫ്ലോറിലായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ട്. ഞാനും റോസൂട്ടിയും ഇടയ്ക്ക് ഹൈലൈറ്റ് മാളിൽ വരുമ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഫോട്ടോ എടുക്കാറില്ലായിരുന്നു. ക്യാമറ മേടിച്ചപ്പം സ്വന്തമായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാറായിരുന്നു പതിവ്. എങ്കിലും ഇന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ കണ്ടോ, ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും ഒക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. അവർ ശരിക്കും എൻജോയ് ചെയ്തു ഹൈലൈറ്റ് മാളിൽ വന്നിട്ട്. ഒരുപാട് നാൾ കൂടിയാണല്ലോ കണ്ടതും. ഞാൻ വിചാരിച്ച അവർ ഫോട്ടോസ് എടുക്കാനൊന്നും നിന്ന് തരില്ല എന്നാണ്. പക്ഷെ രണ്ടുപേരും ഫോട്ടോഗ്രാഫർ പറഞ്ഞതുപോലെയൊക്കെ നിന്ന് തന്നു കേട്ടോ. ചാടിക്കളിക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും റോസൂട്ടിയും കൂടി 1-2 പിക്സൊക്കെ എടുത്തു. ഞങ്ങൾ ഏകദേശം സെയിം ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്.
അങ്ങനെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചെത്തി. അവിടെ വലിയ സ്ക്രീനിൽ കാണിച്ചു തരും, നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഫോട്ടോസ്. അങ്ങനെ അവരുടെ 1-2 ഫോട്ടോസ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 ഫോട്ടോസ് സെലക്ട് ചെയ്തു. എൻ്റെ റോസൂട്ടിൻ്റെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേദികയുടെ അമ്മ ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ ഒരുപാട് എൻജോയ് ചെയ്തു. 2 പേരും നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. Okay, thank you, bye.